ദുനിയാവ് പച്ചപ്പുള്ളതും മാധുര്യമുള്ളതുമാണ്. വളരെ രസമാണ് ദുനിയാവിനെ കാണാൻ. ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു ആ ദുനിയാവിൽ നിങ്ങളെ അല്ലാഹുവിന്റെ പ്രതിനിധികളായി സ്വീകരിച്ചവരാണ്. എന്തിന്? വനാദിറും ഫീക്കും, നിങ്ങളിൽ അല്ലാഹു സൂക്ഷിച്ച് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, നോക്കിക്കൊണ്ടേയിരിക്കും. കൈഫ തഅമലൂന ഫീഹാ, നിങ്ങൾ ആ ദുനിയാവിൽ അല്ലാഹു നൽകിയ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച്. സമ്പത്ത് അൽമാലു മാലുള്ള, അതാണ് അസ്ലി. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു ഓരോരുത്തർക്കും അള്ളാഹിന്റെ പ്രതിനിധി എന്ന നിലക്ക് സമ്പത്ത് നൽകിയതാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹു എങ്ങനെയാണോ കൽപ്പിച്ചത് അതേപോലെ ചെയ്യണം. അള്ളാഹ് നിരോധിച്ച കാര്യങ്ങൾ അത് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹ് ദേഷ്യം പിടിക്കും. വളരെ സിമ്പിളായ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഉപ്പ തന്റെ മകന് 100 രൂപ കൊടുത്തു സ്കൂളിൽ പോകുമ്പോൾ. തിരിച്ചു വന്ന ആ ഉപ്പ ചോദിക്കൂലേ, നീ എവിടെ ചെലവാക്കി, എന്തൊക്കെ വാങ്ങി ചോദിക്കൂലേ? അവൻ വേണ്ടാത്ത കാര്യത്തിനാണ് ചെലവഴിച്ചെങ്കിൽ ഉപ്പ ചൂടാവും.